ഞാൻ ജോലി കിട്ടിയെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ട് അമ്മ എന്താ റിപ്ലൈ തരാഞ്ഞേ? എന്റെ ഫോണിന്റെ മൈക്ക് കംപ്ലൈന്റ്, അതാ ഞാൻ വിളിക്കാഞ്ഞേ. ഞാൻ എന്തിനാ മെസ്സേജിനൊക്കെ റിപ്ലൈ തരുന്നേ? അതെന്താ? നീ വേണമെങ്കിൽ എന്നെ ഒന്ന് തല്ലിക്കോ, എന്നെ ഒന്ന് വഴക്ക് പറഞ്ഞു. പക്ഷെ ഈ പുച്ഛം എനിക്ക് ഇഷ്ടമല്ല. അതിന് അമ്മയെ ഞാൻ ഇപ്പൊ പുച്ഛിച്ച്. എനിക്ക് ജോലി കിട്ടി, അമ്മ കുറെ നാളായി കഷ്ടപ്പെടുവല്ലയോ, ഇനി വീട്ടിലിരുന്നാ മതി. ഇനി ഞാൻ വീട്ടിന് വെളിയിലോട്ട് ഇറങ്ങരുത്. എവിടെങ്കിലും പോകണമെങ്കിൽ തമ്പുരാന്റെ അനുവാദം ചോദിക്കണം. അപ്പൊ എന്നെ ഇനി ഇതിനകത്തങ്ങ് അടച്ചിടണം. അയ്യോ അമ്മേ, അങ്ങനല്ല. എനിക്ക് ജോലി കിട്ടി, അമ്മ കുറെ നാളായിട്ട് കഷ്ടപ്പെടുവല്ലേ, ഇനി വീട്ടിൽ ഇരുന്നാ മതി എന്ന് ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഞാൻ പറഞ്ഞത്. പുച്ഛിച്ചതല്ല, പുണ്യം. ആ ഒരു പുണ്യം വൈബ് പിടിച്ചതാ, പുണ്യം. കാണ്, എനിക്ക് 5 അക്ക ശമ്പളമാണ്, അമ്മയ്ക്ക് സമാധാനമായല്ലോ. ഇത് പുച്ഛത്തിന്റെ ഉച്ചിയാണ്, ഉച്ചി. അമ്മ എല്ലാത്തിന്റെ റോങ് ഇമോഷനാണ് പിടിക്കുന്നത്. അമ്മ, എനിക്ക് 5 അക്ക ശമ്പളമാണ്, അമ്മയ്ക്കിപ്പോ സമാധാനമായല്ലോ. പുണ്യം മാത്രമേ ഉള്ളമ്മേ, പുണ്യം. ഇത് പുണ്യമല്ല, പുച്ഛമാണ്. ഈ ടെക്സ്റ്റ് അയക്കുമ്പോ ഞാൻ എവിടുന്ന് ഇമോഷനൊക്കെ പറഞ്ഞു കൊടുക്കാനാ? അതൊക്കെ വായിക്കുന്ന ആളുടെ ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ച് എടുക്കുന്നേ. അമ്മ ഇങ്ങനെ സന്ദീപ് കൃഷ്ണനെ പോലെ സംസാരിക്കല്ലേ. അതാരാ ഈ സന്ദീപ് കൃഷ്ണ? അതാ ഗോളത്തിലെ പോലീസുകാരനാ. അങ്ങനെ ആരെ കണ്ടാലും സംശയമാണ്. ഗോളം സിനിമ ജൂൺ 7 റിലീസ്. നീ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിലൊക്കെ 1-2 വേഷം ചെയ്തപ്പോഴത്തേന് അമ്മയോട് പരമ പുച്ഛം. അമ്മ, ഇത് പുച്ഛമല്ല, പുണ്യമാണ്, പുണ്യം.